നമ്മളെ പൈസ കൊടുക്കുന്നതിൻ്റെ മുതലുണ്ട് കേട്ടോ. 1200 രൂപ 5 പേർക്ക്. അത് കൊടുത്താലും നഷ്ടമില്ല. നല്ല അടിപൊളിയായിട്ട് അവൻ പൂരയ്ക്ക് ഓടിച്ച് ഇത് തിരിച്ച് വരുമ്പോൾ ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. ഇപ്പോൾ 4 പേര് 3 പേരെ കയറ്റിക്കൊണ്ടാണ് പോയേക്കുന്നത്. ഒരു ഫാമിലി. അവിടെ നിന്ന് ഭയങ്കര ഒച്ചപ്പാടായത് കാരണം ഞാൻ ഇച്ചിരിയും കൂടി നീങ്ങി വന്നതാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ ആ ബോട്ട് വരും കൊണ്ടുപോയ ആൾക്കാരുടെ. അപ്പോൾ അത് കാണിച്ചു തരാം. ഇത് പൊന്മുടി ഡാമിൻ്റെ ബോട്ടിങ്ങിൻ്റെ ഭാഗത്തേക്ക് ഇറങ്ങി പോകുന്ന വഴിയാട്ടോ. ബോട്ടിംഗ് ഉണ്ട്. അത് എത്ര രൂപയാണെന്നൊന്നും അറിയത്തില്ല. ചോദിച്ചിട്ട് നമുക്ക് അതിൻ്റെ ബാക്കി പറയാം. ഇവരെന്താ ഹിന്ദിക്കാർ എന്തൊക്കെയാ കൊച്ചിനോട് വഴക്ക് പറയുന്നുണ്ട്. എന്താണെന്നുള്ളത് അറിയില്ല. സ്റ്റെപ്പെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുവാണല്ലോ. ഇത് താഴെ വന്നിട്ട് വെള്ളം കിടക്കണോട് അവിടെ നിന്ന് ഇറങ്ങി ഞാൻ താഴെ വന്നു. വെള്ളം കിടക്കണോടത്ത് ഇതിലാണിപ്പോൾ ഡാം തുറന്നു വിട്ടേക്കുവാണ്. ചെറിയ ഇത് കാണുന്ന ഈ പുല്ല് കാരണം കൊണ്ട് ശരിക്കും കാണത്തില്ല. വെള്ളം ഇവിടുന്ന് വെള്ളം ഒഴുകണ കാണാൻ പാടില്ല. നല്ല ഡാം, പൊന്മുടി ഡാമാണ്. അയ്യോ വെയിൽ കണ്ണിലേക്ക്. ബോട്ടിങ്ങിന് എത്ര രൂപയാന്നൊക്കെ ചോദിച്ചു നോക്കാം. നമുക്ക് ചുമ്മാ അവരുടെ അടുത്ത് കയറുന്നൊന്നുമില്ല. ചുമ്മാ ഒന്ന് ചോദിച്ചു നോക്കാം. ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്, കയറുന്നുണ്ട്. ബോട്ട് പോകുന്നതിൻ്റെ ഓളം പറ്റിയതാട്ടോ ഇത്. ബോട്ട് പോകുന്നതിൻ്റെ ഭയങ്കര ഓളം. അവിടെ പോയിട്ട് നിങ്ങൾ തിരിച്ചു വരുന്നുണ്ട്. ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് ആൾക്കാർ കയറുന്ന കേട്ടോ. ഇച്ചിരി ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് കയറിയുന്നു. കുറച്ചില്ല. ഓക്കെ. ഇവിടെ നോക്കി, ഇവിടെ നോക്കിയേ. അപ്പോൾ അത് ഞാൻ ചോദിച്ചിട്ടോ. 5 പേർക്ക് 1200 രൂപ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരാൾ പോയാലും 1200 രൂപ കൊടുക്കണം. അത് 12 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വരുന്നവരൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടേ കയറാവുള്ളൂ. 12 മിനിറ്റ് സമയമുള്ളൂ. പിന്നെ നല്ല അടിപൊളിയാട്ടോ. സ്പീഡ് ബോട്ട് ഓടിക്കുന്ന ആളായാലും നല്ല അടിപൊളിയാണ്. എല്ലാം നല്ല സെറ്റപ്പായിട്ടാണ് പോകുന്നത്. വരുന്നത് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല. ചെറിയൊരു മിന്നായം പോലെ ആ സൈഡിൽ കൂടെ വരുന്നുണ്ട്. ആവോ അതാട്ടെ സ്പീഡ് ബോട്ട് വരുന്ന വരവാണ് കാണുന്നത്. ഉണ്ടോ? അവിടെ അവനെ കണ്ട വട്ടം ചിരിക്കുന്നുണ്ട് അവിടെ ഇട്ട്. അവനവിടെ ഒരു വട്ടം കിടക്കണേ. ഉണ്ടോ?
നമ്മൾ കയറണമെങ്കിൽ ഇത് കയറി നിൽക്കുമ്പോൾ ഒരു ഭയങ്കര ഓളം പട്ടലുണ്ട് കേട്ടോ ഈ സ്ഥാനത്തേൽ. ഇത് ബോട്ടും കൂടെ തിരിച്ച് വരുന്നുണ്ട് കേട്ടോ. അതെ ഇതായിട്ട് ഇതിൽ നിൽക്കാൻ പറ്റണില്ല കേട്ടോ. ഒട്ടക സവാരി നടത്താൻ പറ്റിയവർക്കൊക്കെ നല്ല ഇതാട്ടോ. പിന്നെ അടുത്തവിടെ പോയാൽ തൊഴിക്കും എന്നാന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഒരാൾ ഒരു മുമ്പിൽ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്, 2 പിള്ളേർ അവിടെ കയറി നിൽപ്പുണ്ട്. ഇത് എവിടം വരെ പോകും എന്നാന്നൊന്നും അറിയത്തില്ല. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും ഒന്ന് ചോദിക്കണം. ഇതാട്ടെ പൊന്മുടി ഡാമിൻ്റെ ചുറ്റുഭാഗം. ഇവിടെ മൊബൈലും കൊണ്ട് ക്യാമറ എടുക്കുന്നതിന് കുഴപ്പമില്ലയെന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പം മൊബൈലിൻ്റെ ക്യാമറ വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമില്ല എന്നാണ് പറഞ്ഞിരുന്നത്. ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിന് ക്രിസ്മസിൻ്റെ ന്യൂ ഇയറിൻ്റെയൊക്കെ അവധി കാരണം കൊണ്ടാണ് ഇത്ര തിരക്ക്. ഇല്ലെങ്കിൽ ഇത്രയും തിരക്കൊന്നുമില്ല ഇവിടെ. ഈ ഡാം തുറന്നു വിടുന്നത് അങ്ങേ അറ്റത്താട്ടോ. ഇത് പൊന്മുടി ഡാമിൻ്റെ അടിഭാഗം ആട്ടോ ഇത്. അവിടെ വെള്ളച്ചാട്ടം വെള്ളമൊക്കെ ഒഴുകണമൊക്കെ കാണാം കറക്റ്റായിട്ട്. ഓ ബോട്ടിങ്ങൊക്കെ നിർത്തി. അവിടുത്തെ തിരക്ക് കണ്ടോ, ഭയങ്കര ആള്. ഈ വണ്ടി വരുന്ന കാരണം സൗണ്ടൊന്നും കേൾക്കാൻ പറ്റണില്ല. ഇവിടുന്ന് ഓടേണ്ട ഒരു ബസ് ഒരെണ്ണം വരുന്നുണ്ട്. ട്രാൻസ്പോർട്ടിൻ്റെ ഗസ്റ്റുകളെ കൊണ്ട് പോകുന്ന വണ്ടിയാണ്. ഇതായിട്ട് ഷട്ടർ തുറന്നു വിടുന്നതിൻ്റെ മറുവശം അവിടെ നല്ല ഒഴുക്കാം.
ആ ഒരു ബസ് വന്ന കാരണം ഇത്രയും നേരം ബ്ലോക്കായി. വണ്ടിയുടെ ഭയങ്കര സൗണ്ട്, ഒരു രക്ഷയില്ല. വണ്ടി എപ്പോഴും ഇങ്ങനെ ട്രാൻസ്പോർട്ട് അവിടെ കൊണ്ടുവന്ന് നിർത്തിക്കുവാണ്. വെയിലും കൂടെ അടിച്ചിട്ടേ അഞ്ചരയായി സമയം, എന്നിട്ടും വെയിൽ അടിക്കണേ അടിയെന്ന് പറഞ്ഞാൽ നോക്കാൻ പറ്റുന്നില്ല. ഇന്നൊരാക്കടെ ഫോൺ ഈ ഡാമിനകത്ത് ചാടിപ്പോയി. ഭയങ്കര കരച്ചിലായിരുന്നു. ഇത് 40 രൂപയുടെയോ 45,000 രൂപയുടെ കണ്ട് ഫോണാണെന്നും പറഞ്ഞാൽ അവർ ഭയങ്കര കാറിയിട്ട് കാര്യമുണ്ടായി. വെള്ളത്തിനകത്ത് പോയിട്ട് കാറിയിട്ട് കാര്യമില്ല, ഒരു കാര്യമില്ല. പോയി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാൻ പോവാ. മടുത്തു അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന്. അപ്പോൾ കുതിരേനെ കണ്ടു, ഒട്ടകത്തിനെ കണ്ടു, ബോട്ടിങ് കണ്ടു, ഡാം കണ്ടു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ചാനൽ തുടങ്ങിയുള്ളൂ. പൈസയൊക്കെ മുടക്കി ഇനി ഒരു മൈക്കൊക്കെ മേടിക്കണമെന്നുണ്ട്. അതൊക്കെ വേണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. നല്ല വീഡിയോസ് ഇടാൻ ആഗ്രഹമുണ്ട്. വേറെ എങ്ങും പോകാനുള്ള മാർഗ്ഗമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് സഹകരിച്ചാൽ ഞാൻ മുന്നോട്ട് പോകും.